എന്താ കാര്യമായിട്ടിരുന്ന് ആലോചിക്കണേ? ഏയ് ഒന്നുമില്ല, വെറുതെ. ദിവസം അടുക്കും തോറും സമയം ഒട്ടും അങ്ങോട്ട് നീങ്ങാത്ത പോലെ. എന്നാലും ഈ കാത്തിരിപ്പിനൊരു സുഖമില്ലേ മാധവേട്ട? അതൊക്കെ ഉണ്ട്, പക്ഷേ ആകപ്പാടൊരു തിക്കുമുട്ട. എങ്ങനെയെങ്കിലും ഈ 6 ദിവസം ഒന്ന് കഴിഞ്ഞാൽ മതി. ഒന്ന് വന്ന് അവനെ കണ്ടാൽ മതി. മാധവേട്ടന് ഓർമ്മയുണ്ടോ, പണ്ട് ഇതുപോലൊരു മഴക്കാലത്ത് അവനെ 7-ാം മാസമായിരിക്കുമ്പോ നട്ടപ്പാതിരയ്ക്ക് വയറ്റില് കുഞ്ഞിന്റെ അനക്കല്ലാണ്ട് നമ്മള് പേടിക്കില്ല. ഓർക്കണുണ്ടോ അമ്മ? അന്ന് നമ്മൾ 2 ആളും കൂടി നേർന്ന നേർച്ചകള് കഴിഞ്ഞ കൊല്ലം തേവരുടെ ഉത്സവത്തിനാ കൊടുത്തത്. വാവയുടെ നാള് പറഞ്ഞ് ഒരു നാവൂർപ്പ് അടിച്ചു. അവനൊരിക്കലും വലുതാവണ്ടായിരുന്നു അല്ലേ മാധവേട്ട? എന്നും ഒരു കുട്ടിയായിരുന്നാ മതിയായിരുന്നു. എത്ര വലുതായാലും അവൻ നമ്മുടെ ഉണ്ണിയല്ലേടി. ചേട്ടോ ചേട്ടോ നല്ല ഉറക്കത്തിലല്ലേ? ടിക്കറ്റ് എവിടേക്കാ? വെളിയന്നൂര്. എവിടേക്കാണ്? വെളിയന്നൂര്. ചില്ലറ ഉണ്ടെങ്കിൽ എടുക്കുക കേട്ടോ. ആ തരാം. ഇവിടെ വേറെ ആരെങ്കിലും കയറിക്ക. ടിക്കറ്റ് ഇവിടെ ടിക്കറ്റ് എവിടേക്കാ? മെഡിക്കൽ കോളേജ്. എല്ലാം പ്രശ്നം കൊണ്ട് വേണം. ഇത് എടുക്കില്ലടാ. എൻ്റെ കയ്യിൽ പറയില്ല. നഷ്ടം. എന്താ പ്രശ്നം? ഞാൻ ചത്തു തേച്ചോടാ. നീ എവിടെ വരെ പോകും നോക്കിയായിരുന്നു? എന്റെ ബാഗിനെടാ. ഞങ്ങളെ കുടുംബാരിയാ. എന്റെ മരുമോൻ ചക്കര ഇവിടെ. അമ്മാനും മരുമോനൊക്കെ മനുഷ്യന്റെ സമയം കടത്തിന് കാലത്തിന്റെ നിക്കടാ അവിടെ. നീ ഏത് കോത്താഴത്തെ കള്ളനാടാ? എടാ പോത്തെ, ഇങ്ങനെയാടാ മോട്ടിക്ക. ഒരു സാധനം ആരെങ്കിലും അടിച്ചു മാറ്റുന്ന കൈയും സൃഷ്ടിച്ച ദൈവവും അല്ലാണ്ട് എടുക്കുന്ന വസ്തു പോലും അറിയാൻ പാടില്ല. ഉടമസ്ഥം അറിയുന്ന അതാണ് കൈയടക്കം. ഇത് കണ്ട തുറന്നു നോക്കിയില്ല. വർഷം കൊണ്ടറിയാം ഉള്ളു കാലിയാണോ അല്ലേന്ന്. അത് കൈയടക്കമല്ല, പണിത്തടക്കം. വാ, നീ വാ. ഈ കളവെന്ന് പറയുന്ന ഒരു കലയാ. ജ്ഞാനമുള്ള ഒരു ഗുരുവിന്റെ കീഴിൽ ശിഷ്യപ്പെട്ട് പഠിച്ചെടുക്കേണ്ട ഒരു വിദ്യ. ഞാനിപ്പോ കുറച്ചാലായി വിശ്രമത്തിലാ. വയസ്സും പ്രായമൊക്കെ ആയില്ലേ. റിട്ടയർ ആവാന്ന് വെച്ചു. ഇപ്പം മരുമോൻ്റെ അച്ചപ്പൻ ബിസിനസ്സിൽ അവൻ്റെ ഒരു ഹെൽപ്പറായിട്ട് നിൽക്കുക.
പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിന്നെ ഞാൻ പറ്റിയൊരു ഗുരുവിൻ്റെ അടുത്താക്കാം. എൻ്റെ ശിഷ്യന്മാരെ വെച്ച് ഏറ്റവും എടുക്കണ പണി പഠിക്കാൻ ഏറ്റവും നല്ലത് അവൻ്റെ അടുത്ത് തന്നെയാ. ബെന്നിയേ, ബെന്നി, മോനെ ബെന്നി. ബെന്നി, മോനെ ബെന്നി. എടാ മോനെ ബെന്നി, എഴുകടാ. റോസ് നീ അതുപോലെ കായ കോർക്ക് എന്തെങ്കിലും ഇട്ട് വെക്കടി. റോസിയാ എഴുതാ. ബെന്നി എഴുതാ. നിനക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഇട്ട് വെക്ക് നീ. ആശാനോ എന്താടാ ഇന്നലെ രാത്രി പണിയുണ്ടായിരുന്ന? ചെറുതായിട്ട്. ആശാൻ എന്തൊരു മുന്നറിയിപ്പില്ലാണ്ട്? നീ ആകെ ക്ഷീണിച്ചല്ലേ, ഇരിക്ക് പറയാം. അതും വേണ്ട ആശാനെ. ആശാൻ അറിയാലോ, കുറെ എണ്ണത്തിന് കൂടുതൽ നല്ല അസല് പണി കിട്ടിയിട്ടുള്ള. നമ്മളെ ഒറ്റയ്ക്കാകുമ്പോൾ സീൻ ടടാഷ്ടായാലും ഉമ്മക്കാൻ മുങ്ങാം. ഇതാകുമ്പോൾ ഞാൻ ഇനിയും കൂടി ചോക്കാൻ നിൽക്കേണ്ടി വരും. ഇനി കാശ് കാണുമ്പോൾ കണ്ണ് മഞ്ഞളിക്കണ ഇഞ്ചമ്പുളി ഇതാവണമെങ്കിൽ ഒരു ദിവസം നിന്റെ കുണ്ടിക്ക വെച്ചിട്ട് ഇവനാ പാളും. ആ പൂളവും വേറെ എവിടെയെങ്കിലും പോയി നീന്തിക്കോട്ടെ ആശാനെ. ആശാൻ അത് വിട്ടേക്ക്. പിന്നെ ആശാൻ പറയാറുള്ള പോലെ കളവെന്ന് പറയുന്നത് ഒരു ക്രിയേഷനല്ല. അതെപ്പോഴും ഒറ്റയ്ക്ക് തന്നെയാണ് അതിൻ്റെ ഒരു സുഖം. ഒക്കെ ശരി തന്നെ, പക്ഷേ നീ കുറച്ചു ദിവസം നിർത്തി നോക്കും മോനെ. പറ്റില്ലെങ്കിൽ ഒഴിവാക്കാമല്ലോ. ഇല്ലെങ്കിൽ വല്ല അപകടത്തിലും പോയി ചാടും. ആരെങ്കിലും അവനെ നാശാക്കും. വേലിപ്പടക്കം വെള്ളത്തിട്ടോർത്ത പ്രായ വെറുതെ നല്ലൊരു ചെറുപ്പക്കാരനെ പാഴാക്കണം. കുറച്ചു ദിവസം നിർത്തണം മോനെ. ഇനിയിപ്പൊ ഞാനെന്ത് പറയാനാ, ഞാൻ പെട്ടില്ലേ. ആശാ വാ. എന്തുട്ടാ നിന്റെ പേര്? മനോജ്. എന്തുട്ട്? മനോജ്. എന്തോരം പഠിച്ചു നീ? പ്രീ ഡിഗ്രി. കോൺസ്റ്റന്റ് ഫെയിലോ? എടാ ജയിച്ചാ തോറ്റോന്ന്. തോറ്റു. അപ്പൊ സ്പൂട്ടായല്ലേ, നന്നായി. എവിടെ നിന്റെ വീട്? ഇരിങ്ങാലക്കുട. ഓ വിചാരിച്ചോളൂ, വല്ല പാരമ്പര്യം ഉണ്ട് നിനക്ക്. നിന്റെ കാരണന്മാരുടെ ആരെങ്കിലും ഫീൽഡ് ഉണ്ടായിരുന്നു? പിന്നെ ആരമ്മനെ ഐഡിയാണ് നിങ്ങൾ എഴുതുള്ളൂ. നീ കക്കെന്ന് ടീച്ചറോളൂ നിന്റെ പേര്. ഇതൊന്നും ശരിയാവില്ല. ഇഞ്ചമ്പുളി കേസാണ്, കണ്ടതിനൊരു കല്ലലക്ഷണാണ്. നീ അങ്ങനെ പറയല്ലേ. നീ എനിക്ക് വേണമെങ്കിൽ ഇതൊന്ന് ചെയ്. ഞാനവന് വാക്ക് കൊടുത്തു പോയി, അതാ. ദേ ആശാനെ, ആശാൻ ഒരു ഒറ്റ ആളെ പറഞ്ഞോണ്ട് മാത്ര എനിക്ക് അവനെ തീരെ പിടിച്ചിട്ടില്ലട്ടാ. അവസാനം ടടാസ്റ്റ് കേസാവും, അത് ഉറപ്പത്. എനിക്കറിയാം നീ എൻ്റെ വാക്ക് തട്ടില്ലാന്ന്. നീ ഗുരുത്തോളനാടാ. ഞാനന്ന് ഇറങ്ങാ. നേരെ വൈകിയ മരുമോനോട് ആദ്യം കെട്ടിയവളുടെ തന്തപ്പടിയാണെങ്കിലും ഞാനൊരു പഴയ കള്ളനല്ലേടാ. അച്ഛനെ പോലെട്ടോ. ഈ ചാടിക്കടിക്കലേ ഉള്ളൂ. ആളൊരു തനി ശുദ്ധനാ. ആ മനഃശുദ്ധി അറിഞ്ഞിട്ടാ ഞാൻ കൂടെ നിർത്തിയതും ശാസ്ത്രം പഠിപ്പിച്ചതും. സഹജമായ വാസനയും പാരമ്പര്യം ഉണ്ടായിരുന്നുകൊണ്ട് എനിക്ക് എളുപ്പമായിരുന്നു മാത്രം. ആശാനെ ഇതൊക്കെ എന്തിനാടാ? ഞാൻ ഇറങ്ങട്ടേടാ. മോഷണം എന്ന ഈ അറിവിലേക്കുള്ള വഴി അത്ര നിസ്സാരമായി കരുതണ്ട. വളരെ ഗൗരവമുള്ളതും അപകടം പിടിച്ചതുമാണ്. ഗുരു കാരണവന്മാരുടെ അനുഗ്രഹമുണ്ടെങ്കിൽ വിദ്യ വിളങ്ങും. അത് മറക്കണ്ട. ഒക്കെ നോക്കിയും കണ്ടും പഠിക്കാം. ഗുരു പറയുന്നത് അക്ഷരം പ്രതി അനുസരിക്കുക.